പ്രിയദർശിനി അതെ, കേരളത്തിന് അത്രമേൽ പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചുരുങ്ങിയ ദിവസം കൊണ്ട് KSRTCയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ യാത്രക്കാരുടെ എണ്ണം 3 ഇരട്ടിയോളം വർദ്ധിപ്പിച്ച പ്രിയദർശിനി പദ്ധതിക്ക് കോടതിയുടെ പച്ചക്കൊടിയും കിട്ടിയിരിക്കുകയാണ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുള്ള പ്രിയദർശിനി പദ്ധതി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ വിധി പരിഗണിച്ച കോടതി ചോദിച്ചത് ഒരേ ഒരു ചോദ്യം മാത്രമായിരുന്നു: സർക്കാർ വാക്കുപാലിച്ചത് കണ്ടുകൂടെയെന്ന്. ഈ ഒരൊറ്റ ചോദ്യത്തിൽ CPM തീർന്നു എന്ന് തന്നെ പറയാം. പദ്ധതി രാഷ്ട്രീയ നേട്ടത്തിനുള്ള തിരഞ്ഞെടുപ്പ് വാഗ്ദാനമെന്ന് ഹർജിക്കാരൻ വാദിച്ചപ്പോൾ സർക്കാർ വാക്കുപാലിച്ചത് കണ്ടുകൂടെയെന്നും പദ്ധതി നിർത്തണമെന്ന് എങ്ങനെയാണ് പറയുക എന്നുമായിരുന്നു കോടതിയുടെ ചോദ്യം. കർണാടകയിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പദ്ധതി നടപ്പിലാക്കിയെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. 7 സംസ്ഥാനങ്ങളിൽ സമാനമായ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. തുടർന്ന് പാവപ്പെട്ടവർക്കല്ലേ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക എന്ന് ചോദിച്ച കോടതി ഹർജി വിധി പറയാൻ മാറ്റുകയും ചെയ്തു. ശാസ്ത്രീയ പഠനമോ സാമ്പത്തിക ആഘാതമോ വിലയിരുത്താതെയാണ് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ പൊതുജനാഭിപ്രായ രൂപീകരണവും നടത്തിയിട്ടില്ല. രാഷ്ട്രീയ നേട്ടത്തിനായുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അതേപടി നടപ്പിലാക്കിയെന്നും ഇതുവഴി പ്രതിവർഷം ഏകദേശം 800 കോടി രൂപയുടെ നഷ്ടമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയെന്നും താങ്ങാൻ പറ്റാത്ത ഭാരമാണിതെന്നുമായിരുന്നു പൊതുതാൽപര്യ ഹർജിയിലെ പ്രധാന വാദം. പുരുഷന്മാരെയും സ്ത്രീകളെയും കേവലം ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വേർതിരിക്കുന്നത് വിവേചനപരമാണെന്നും പദ്ധതി ഭരണഘടനാ വിരുദ്ധമെന്നും ഹർജിയിൽ ആരോപണമുണ്ടായിരുന്നു. ഈ പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഭരണഘടനാ വിരുദ്ധമായി നടപ്പിലാക്കുന്ന പദ്ധതി റദ്ദാക്കണമെന്നും കേസ് തീർപ്പാക്കുന്നവരെ പദ്ധതിയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സർക്കാർ വാക്കുപാലിച്ചില്ലേ എന്നൊരൊറ്റ ഭാഗം മാത്രം മതി നീതിപീഠവും സർക്കാരിനൊപ്പമെന്ന് തെളിയാൻ. നിർത്തിപ്പോയ ബസ്സുകളെ വരെ പുനർജീവിപ്പിച്ച നിരത്തുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി പ്രിയദർശിനി പദ്ധതിക്ക് പിന്നിലുണ്ട്. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ യാത്ര തികച്ചും സൗജന്യമാക്കിയപ്പോൾ ഇത് വെറും 7-8 ബസ്സുകളിൽ ഒതുങ്ങുന്ന തട്ടിപ്പാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ നോക്കിയ കമ്മിക്കൂട്ടങ്ങൾക്ക് കൃത്യമായ കണക്കുകൾ കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയിരിക്കുകയാണ്. കേരളത്തിലാകെ ഓടുന്ന 5765 KSRTC ബസ്സുകളിൽ 3125 ഓർഡിനറി ബസ്സുകൾ തന്നെയാണ്. ഈ ബസ്സുകളിലുടനീളം ഇപ്പോൾ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം മുൻപത്തേനേക്കാൾ 3 ഇരട്ടിയാണ്. അതായത് KSRTC സർവീസുകളുടെ 55%-ലധികവും ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കി കഴിഞ്ഞു എന്നർത്ഥം. ഇത് വെറും ഒരു സൗജന്യ പദ്ധതിയല്ല, മറിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന വിപ്ലവകരമായ സ്ത്രീ ശാക്തീകരണമാണ്.